ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ 2021 ഫസ്റ്റ് വ്ളോഗാണ്. ഞങ്ങൾ ഇതിനു മുന്നേ ഒരു ലൈവ് ഇട്ടായിരുന്നു. അതിനുശേഷമുള്ള ഞങ്ങളുടെ നെക്സ്റ്റ് വ്ളോഗാണിത്. ഓൺ ദ വേ ഷൂട്ട് ചെയ്തതാണിത്. ഓൺ ദ വേ എല്ലാം ഡെസേർട്ട് ഏരിയ ആണ്. അതുപോലെ തന്നെ ഡെസേർട്ട് ഡ്രൈവിങ്ങും ഡെസേർട്ട് ക്യാമ്പിങ്ങും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിയിലൊന്നും വലിയൊരു ബോറിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ വ്ളോഗ്സൊക്കെ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ഞങ്ങൾ ഓൾറെഡി ഈ പ്ലേസ് ഇട്ടിട്ടുണ്ട്. അത് ലോക്ക്ഡൗൺ ടൈമിലാണ്. ഞാനും ഇക്കയും അൻഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ ടൈമിൽ ഞങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായത്. അന്ന് ചിലപ്പം ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അന്നത്തെക്കാൾ ഇന്ന് ഭയങ്കര ബെറ്ററായിട്ട് ഫീൽ ചെയ്തതും ഇവിടെ ഞങ്ങൾക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റതും, എസ്പെഷ്യലി ഈ ഒരു ക്ലൈമറ്റും. ആസ് യൂഷ്വൽ എവിടെ പോയാലും ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു കൂൾ ഈവനിങ് എന്ന് തന്നെ പറയാം. കാരണം ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ഞാൻ ഇതിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. അൽ ബുവനൈൻ ഫാംസ് ആൻഡ് റിസോർട്ടിലാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. ഇത് ഓൾറെഡി ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു പ്ലേസ് ആണ്. പക്ഷേ ഈ 2 സീസണിലെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അന്ന് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് 20 റിയാലേ ആയിട്ടുള്ളായിരുന്നു പെർ വെഹിക്കിളിന്. പക്ഷേ ഇന്ന് നമുക്ക് 50 റിയാൽ പെർ വെഹിക്കിളാണ്. അന്നും ഇന്നും സെയിം. അവർ തരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൂപ്പൺ വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ഇവരുടെ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പക്ഷെ ഞങ്ങളന്ന് വാങ്ങിയിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കയറുന്ന ആ പോർഷനിൽ തന്നെ കുറേ ഡേറ്റ്സ് പാം ട്രീ ആണ്. അതിനകത്തൊക്കെ കുറേയൊക്കെ ഡേറ്റ്സ് ഉണ്ട്, ചിലതിലൊന്നും ഇല്ല. ഫാമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി കിട്ടിയതുപോലെ ഉണ്ട്. കാരണം നല്ലൊരു പച്ചപ്പും ഒരു കൂൾ ക്ലൈമറ്റും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ വിൻഡോ ഒക്കെ ചെറുതായിട്ടൊന്ന് താത്തി ആ ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ടാണ് പോണത്. ഉള്ളിലേക്ക് കയറും തോറും നമുക്ക് ഇങ്ങനെ തണുപ്പ് കൂടി വരുന്ന ഒരു ഫീലാണ് കിട്ടിയത്. കാരണം ഒരുപാട് മരങ്ങളും ആ ഒരു തണലും ആകെപ്പാടെ ഒരു അടിപൊളി ഫീലിങ്സ് ആയിരുന്നു. നമുക്ക് ഒരു ഊട്ടി കൊടൈക്കനാൽ റോഡിൽ പോകുന്ന ഒരു ഫീലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ടൈമിൽ പോകുമ്പം. ഇനി ഞാനൊരു സസ്പെൻസ് പൊളിക്കാം. ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫാമിംഗ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് കാണുക. അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പ്ലക്ക് ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ പ്ലക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു 50 റിയാലിൻ്റെ കൂപ്പൺ നമുക്ക് അത് അവിടെ ആ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് അവരുടെ ആ ഒരു ഫാം ഹൗസിൽ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം. എല്ലാം നമ്മുടെ ഓപ്ഷനാണ്. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ ആദ്യം കണ്ട ഒരു ഗ്രീൻ ഹൗസിൽ തന്നെ കയറുകയാണ്. ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യത്തെ ഗ്രീൻ ഹൗസിൽ എന്താണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ ചെന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് പച്ചമുളകാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉള്ളതിൽ അത്യാവശ്യം സൈസുള്ള കുറച്ച് ചില്ലീസൊക്കെ ഞാൻ പ്ലക്ക് ചെയ്തു. നമുക്കിങ്ങനെ ഫാം ചെയ്ത് നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് പ്ലക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് ഗ്രീൻ ചില്ലീസൊക്കെ പ്ലക്ക് ചെയ്തെടുത്തു. ആക്ച്വലി ഇവിടെ ഒരുപാട് പേര് വന്ന് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ പ്ലക്ക് ചെയ്തെടുക്കാനേ മാക്സിമം നോക്കൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ വെജിറ്റബിൾസും കിട്ടണം എന്നില്ല. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്ക് ഒരു വലിയ പച്ചമുളക് കിട്ടി. ഞാനത് പ്ലക്ക് ചെയ്തെടുത്തു. പിന്നെ ഇവിടെ പോകുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വീഴാൻ ചാൻസസ് ഉണ്ട്. കാരണം മണ്ണൊക്കെ നല്ല ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ കിടക്കുകയാണ്, ലൈക്ക് ബീച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും നടന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ സ്ട്രോളറൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറ്റാൻ പറ്റില്ല.
നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ തണുപ്പാണ് ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നു തോറും. കാരണം ഞാനൊക്കെ നന്നായിട്ട് തണുത്ത് ഫ്രീസായിട്ടുണ്ട്. അൻഫുമോനും സ്ട്രോളറിലിരിക്കുകയാണ്. അറ്റ് എ ടൈം ഞങ്ങൾ ഒരാളെ കയറുന്നുള്ളൂ, കാരണം മോനെയും കൂടെ മാനേജ് ചെയ്യാനുള്ളതുകൊണ്ട്. ഇതിപ്പം ബ്രിഞ്ചൽസ് ആണ്. ഇവിടെ ഒരുപാട് ബ്രിഞ്ചൽസ് പിടിച്ച് അത് വലുതായിട്ട് താഴെ വീണ് വേസ്റ്റായി കിടക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ, പൂവൊക്കെ വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് നിൽക്കുന്നത്. ബ്രിഞ്ചൽസിൻ്റെ തന്നെ ഒരുപാട് ഗ്രീൻ ഹൗസസ് ഉണ്ട്. അതിൽ 2-3 ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. കുറേയും വേസ്റ്റായിട്ടാണ് താഴെ കിടക്കുന്നത്. നല്ല ബിഗ് സൈസാണ് എല്ലാം. താഴെ ഈ വെയിറ്റ് കാരണം വന്ന് താഴെ വീണ് പോകുന്നതാണ് അതൊക്കെ. ഞങ്ങൾക്ക് ബ്രിഞ്ചൽസ് വലിയ യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാടൊന്നും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയില്ല. ഉള്ളതിൽ കുറച്ച് വലിപ്പമുള്ളത് കുറച്ച് 3-4 ഞങ്ങൾ അത് പ്ലക്ക് ചെയ്തെടുത്തു. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിങ് ആണ്. എസ്പെഷ്യലി ചിൽഡ്രൻസ് ആണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലുള്ള ചെറിയ ബസ്സൊക്കെ ഉണ്ട് പിള്ളേർക്കും, പിന്നെ അതുപോലെ തന്നെ വലിയവർക്കുമൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട്. ഇത് ഫുള്ള് നമുക്ക് ഈ ഒരു ഫാം ഹൗസ് ഫുള്ള് അവരത് കവർ ചെയ്ത് കാണിച്ചു തരും. കാരണം ഇത്രയും ഒന്നും നടന്ന് കാണാനൊന്നും അത്രയ്ക്കും പറ്റില്ല, കാരണം അത്രയ്ക്ക് വലിപ്പമുള്ളൊരു ഫാമാണിത്. പിന്നെ ഇവിടെ എന്തോ ഹെർബൽ ലീവ്സ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ അങ്ങോട്ട് വലുതായിട്ട് പോയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് നടക്കാൻ നല്ല പാടാണ്. അതുപോലെ തന്നെ ടൊമാറ്റോസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. വരുമ്പോഴത്തേനും ഞാൻ കുറച്ചൊക്കെ പ്ലക്ക് ചെയ്തെടുത്തു. ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ പ്ലക്ക് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ, എസ്പെഷ്യലി ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് മോർണിംഗ് തൊട്ടേ ആൾക്കാർ വന്നിട്ട് ഉള്ള വെജിറ്റബിൾസ് എല്ലാം പ്ലക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരുവിധം 2-3 സ്ഥലത്ത് പോയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. കാരണം ഒരു ഗ്രീൻ ഹൗസിൽ നിന്ന് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല നടക്കണം. കാരണം ഒരു സെക്ഷൻ ഇപ്പം ഗ്രീൻ ചില്ലീസ് ആണെങ്കിൽ ആ ഒരു സെക്ഷൻ ഫുള്ള് ഗ്രീൻ ചില്ലീസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കാർ എടുത്തിട്ട് പോകാനൊന്നും പറ്റില്ല, കാരണം എല്ലായിടവും പാർക്കിംഗ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ ഞങ്ങൾ കണ്ടത് ക്യാപ്സിക്കാണ്. ചെറിയ ക്യാപ്സിക്ക ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ അതിൽ നിന്ന് ഒരു 3-4 ഇങ്ങനെ ചുമ്മാ ഒരു കൗതുകം തോന്നി പിച്ച് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. ഈ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് ഈ ഒരു ഫാം ഹൗസിൽ എത്തിക്കുന്നത്. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര കൂളാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഇവിടെ ഇങ്ങനെ ഒരു ഫാമിങ്ങും കാര്യങ്ങളും ഒക്കെ ഇത്രയും നല്ല രീതിയിൽ പോകുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ ക്യാരി ബാഗ്സൊക്കെ കയ്യിൽ കരുതുന്നതായിരിക്കും ബെറ്റർ. ചെറിയ ക്യാരി ബാഗ്സൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അൻഫാലിൻ്റെ സ്ട്രോളറിൻ്റെ ഉള്ളിൽ വലിയൊരു കവറുണ്ടായിരുന്നു. ഞങ്ങൾ അതിലാണ് പിന്നെ പ്ലക്ക് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഇട്ടത്. നമുക്ക് അവിടെ വെജിറ്റബിൾ ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ചെറിയ കാർട്ടൂൺസൊക്കെ കിട്ടും. അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ പ്ലക്ക് ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ ഇടാം. പക്ഷേ ഞങ്ങൾ അത്രയും ദൂരം നടന്ന് ആ വെജിറ്റബിൾ ഷോപ്പിൽ പോയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടുന്ന് നടന്ന് ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷൻ പോകുമ്പോൾ നമ്മൾ നല്ല ടയേർഡ് ആവുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ബിറ്റർ ഗോഡ്സും പ്ലക്ക് ചെയ്തെടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമൽസും പിന്നെ ഹോഴ്സസും പിന്നെ കുറേ കാറ്റിൽസൊക്കെ ഉണ്ട്. ഇനിയും ഒരുപാട് ഗ്രീൻ ഹൗസസ് ഇവിടെ ഉണ്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ എല്ലായിടത്തും പോകുന്നില്ല. ഓൾറെഡി ഇപ്പോൾ തന്നെ നല്ല ടയേർഡാണ്. ഞങ്ങൾ പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോയി. അപ്പോഴത്തേക്കും ഇവിടെ ഒരു 6 മണിയൊക്കെ ആയി. അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ ആ വെജിറ്റബിൾ ഷോപ്പ് ഇതാണ്. ഇവിടെ ഫാമിങ് ചെയ്യുന്ന വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇവരുടെ വേറെ ഫാമിലൊക്കെ വെജിറ്റബിൾസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും. നമുക്ക് ഇവിടുന്ന് എല്ലാം പർച്ചേസ് ചെയ്യാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു 50 റിയാലിൻ്റെ ആ ഒരു കൂപ്പൺ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മളെടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ റേറ്റ് അതിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. എക്സ്ട്രാ നമുക്ക് ക്യാഷ് ആവുകയാണെങ്കിൽ അത് പേ ചെയ്താൽ മതി. വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് ഞാൻ കുറച്ച് ഓണിയൻ ലീവ്സും ഓണിയനും പിന്നെ അതുപോലെ പൊട്ടറ്റോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് സെക്ഷനും ഉണ്ട് അവിടെ. വാട്ടർമെലനും സ്ട്രോബെറി ഓറഞ്ച് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ എടുത്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു വെജിറ്റബിൾ ഷോപ്പിനുള്ളിൽ. പിന്നീട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മളെപ്പോലുള്ള നോൺ സൗദീസാണ് ഇവിടെ കൂടുതലും ഗ്രീൻ ഹൗസിൽ കയറി വെജിറ്റബിൾസൊക്കെ പ്ലക്ക് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ കൗതുകം കാണിക്കുന്നത്. സൗദീസൊക്കെ മാക്സിമം ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഈ ഒരു വെജിറ്റബിൾ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, തിരക്ക് മാത്രമല്ല തണുപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ ഫുഡ് കോർട്ടും പിന്നീട് കോഫി ഷോപ്പും ഒക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും പിള്ളേരൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള റൈഡ്സിലൊക്കെ കയറാനാണ്. നല്ല തിരക്കുണ്ട് ഈ ഒരു പാർക്കിലൊക്കെ, ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതിപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം ഒരു ക്ലോസ് ചെയ്തു. ഡേ ടൈമിലാണ് സ്വിമ്മിംഗ് പൂളൊക്കെ വർക്കിംഗ് ടൈം. ശരിക്കും ഈ ഒരു ഫാം ഹൗസിൻ്റെ വെളിയിൽ നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടും അതുപോലെ തന്നെ തിരക്കില്ലാത്ത ഒരു റോഡാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഇത്രയും അധികം ആളുകളും കൂട്ടവും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അത് ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ശരിക്കും ഇതൊരു ഔട്ട്സൈഡാണ് നിൽക്കുന്നത്. ഈ ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരു ഉള്ള ഏരിയയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അറൗണ്ട് 2 hours ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ടുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ആണ്. ഒരുപാട് സൗദി ഫാമിലീസൊക്കെ അവിടെ ക്യാമ്പ് ഫയറും ഗ്രില്ലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ട്രാവൽ ചെയ്ത് ഇതുപോലെ ഒരു ഫാം ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് ഈ ഒരു കൂൾ ക്ലൈമറ്റിൽ ഇങ്ങനെ ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു പ്ലേസ് തന്നെയാണ് ഇത്. ദമാമിലും ജുബൈലിലും ഒക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് വരാൻ പറ്റിയൊരു പ്ലേസാണിത്. ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാനും അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാനും ഒക്കെ ഈ ഒരു സ്ഥലം ബെറ്റർ ആയിരിക്കും. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് അറൗണ്ട് 2 hours ട്രാവലിംഗ് ഉണ്ട്. നല്ല ഒരു കൂളിംഗ് ആണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. രാത്രി ആകുന്തോറും നമുക്ക് കൂളിൻ്റെ ആ ഒരു ആംബിയൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും മരവും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഈ ഒരു അൽബോനിയൻ ഫാം ഹൗസിൽ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമായിരുന്നേനെ. കാരണം ഇങ്ങനെ ഒരു കൂൾ ക്ലൈമറ്റിൽ അല്ലെ ഈ ഒരു സീസണിൽ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയതും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വെജിറ്റബിൾസൊക്കെ എസ്പെഷ്യലി ഫ്രഷ് വെജിറ്റബിൾസൊക്കെ പ്ലക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. അപ്പം നിങ്ങളും അവിടെ പോകണം. ഇവിടെ ഉള്ളവരാണെങ്കിൽ അവിടുത്തെ എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. പിന്നെ ഞങ്ങളുടെ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.